ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. ഇന്നത്തെ റെസിപ്പി പണ്ട് തൊട്ടേ മലബാർ ഏരിയകളിലൊക്കെ ഫെമിലിയർ ആയിട്ടുള്ള ഒരു പുഡിങ്ങാണ്. പാലുറപ്പിച്ചതെന്നാണ് ഇതിന് പറയാറുള്ളത്. കൂടുതൽ ഇൻഗ്രീഡിയൻസ് ഒന്നും ആവശ്യമില്ല, പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുന്നേ ആയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഇനി ഞാൻ പുതിയ വീഡിയോസ് ഇടുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻസൊക്കെ പെട്ടെന്ന് തന്നെ കിട്ടുകയും ചെയ്യും. അപ്പോൾ ഈ ഒരു പാലുറപ്പിച്ചത് റെഡിയാക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ ഒരു ബൗളെടുത്ത് അതിലേക്ക് 1 കപ്പ് ഇളം ചൂടുള്ള അത്യാവശ്യം നല്ല കട്ടിയുള്ള പാൽ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നിങ്ങളെടുക്കുന്നത് കട്ടി കുറഞ്ഞിട്ടുള്ള ഫുൾ ഫാറ്റ് മിൽക്കൊന്നും അല്ലാന്നുണ്ടെങ്കിൽ 1/4 കപ്പൊക്കെ എടുത്തിട്ട് ഒന്ന് വറ്റിച്ചിട്ട് ഇളം ചൂടോട് കൂടി ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ചൂട് കൂടി പോവരുത്. അപ്പോൾ കട്ടി കുറഞ്ഞിട്ടുള്ള പാലൊക്കെ ആണെങ്കിൽ സെറ്റായിട്ട് കിട്ടുന്നുണ്ടാവില്ല, ഒരു വെള്ളം വിട്ടിട്ടുള്ള പോലെ ഉണ്ടാവും. അപ്പോൾ നാട്ടിലത്തെ പാലൊക്കെ ആകുമ്പോൾ എങ്ങനെയായാലും ഒന്ന് വറ്റിച്ചെടുക്കുന്നേ ആയിരിക്കും നന്നായിരിക്കുക. ഇനി ഇതിലേക്ക് 1/2 കപ്പ് പഞ്ചസാര അല്ലെങ്കിൽ ഒരു 4-4.5 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. പിന്നെ വേണ്ടത് മുട്ടയാണ്. ഇപ്പോൾ 2 കോഴിമുട്ട പൊട്ടിച്ചൊഴിക്കുന്നുണ്ട്. അത്യാവശ്യം വലുപ്പത്തിലുള്ള മുട്ടയാണ്. അപ്പോൾ വലുപ്പം കുറവാണെങ്കിൽ ഒരു 3 മുട്ടയൊക്കെ ചേർത്ത് കൊടുക്കാം. പിന്നെ നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് 1/2 ടീസ്പൂൺ ഏലക്കാപ്പൊടി കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഏലക്കാപ്പൊടിക്ക് പകരം വനില എസൻസും ചേർത്ത് കൊടുക്കാം. ഇനി ഇവയെല്ലാം കൂടെ ഒരു മിക്സിയുടെ ജാറിലിട്ടിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് പതഞ്ഞ് പോവേണ്ട ആവശ്യമില്ല. ഇതല്ലെങ്കിൽ ഒരു ഹാൻഡ് വിസ്ക് വെച്ചിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുത്താലും മതി. പഞ്ചസാരയൊക്കെ നന്നായിട്ട് മിക്സ് ആവുന്ന വരെ നന്നായിട്ടൊന്ന് അടിച്ചെടുത്താലും മതി. അപ്പോൾ പുഡിങ് ഇതുപോലൊരു സ്റ്റീലിൻ്റെ പാത്രത്തിൽ വെച്ചിട്ടാണ് സ്റ്റീം ചെയ്തെടുക്കുന്നത്. അപ്പോൾ നെയ്യ് താഴ്ഭാഗത്തൊന്ന് ബ്രഷ് ചെയ്ത് കൊടുത്തിട്ട് അതിലേക്ക് അരച്ച് വെച്ചിട്ടുള്ള മിക്സ് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതൊന്ന് സ്റ്റീം ചെയ്തെടുക്കണം. അപ്പോൾ ഏത് പാത്രത്തിലും സ്റ്റീം ചെയ്തെടുക്കാം. അപ്പോൾ ഞാനൊരു ഇഡ്ഡലി ചെമ്പിലാണ് വേവിച്ചെടുക്കുന്നത്. അപ്പോൾ അതിൽ ആദ്യം തന്നെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇതുപോലൊരു സ്റ്റാൻഡ് ഇറക്കി വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിന് മുകളിലായിട്ട് കൂട്ടൊഴിച്ചിട്ടുള്ള പാത്രം ഇറക്കി വെച്ച് കൊടുക്കാം. മുമ്പ് അമൃതം പൊടിയുടെ പുഡിങ് ചെയ്ത സമയത്ത് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇഡ്ഡലി ചെമ്പിൽ വെള്ളം ഒഴിച്ചിട്ടുണ്ടോയെന്ന്. അപ്പോൾ സ്റ്റീം ചെയ്യുമ്പോൾ വെള്ളം ഒഴിച്ചിട്ട് തന്നെയാണ് സ്റ്റീം ചെയ്തെടുക്കുക. അപ്പോൾ താഴ്ഭാഗത്ത് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇനി ഉള്ളിലേക്ക് വെള്ളമൊന്നും ആവാതിരിക്കാൻ വേണ്ടിയിട്ട് ചെറിയൊരു അടപ്പ് വെച്ചിട്ട് ഈ ഒരു പാത്രം ഒന്ന് അടച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇഡ്ഡലി ചെമ്പും അടച്ച് വെച്ചിട്ട് ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് 25-30 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കാം. വേവാനെടുക്കുന്ന സമയം ഉള്ളിൽ വെച്ചിട്ടുള്ള പാത്രത്തിനനുസരിച്ചിട്ടിരിക്കും. അപ്പോൾ എനിക്കൊരു 30 മിനിറ്റ് ഒക്കെ ആയപ്പോൾ വെന്ത് കിട്ടിയിട്ടുണ്ടായിരുന്നു. 30 മിനിറ്റ് കഴിഞ്ഞ് തുറന്ന് നോക്കുമ്പോൾ നല്ല സെറ്റായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്, നല്ല കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ചെമ്പിൽ നിന്ന് മാറ്റിയിട്ട് ചൂടാറിയതിന് ശേഷം സൈഡൊക്കെ ഒന്ന് വിടിയിച്ചിട്ട് സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം. അപ്പോൾ ഞാൻ ചൂടാറുന്നതിന് മുമ്പ് തന്നെ മാറ്റിയത് കാരണം സൈഡ് ചെറുതായിട്ടൊന്ന് പൊട്ടിപ്പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ, പാലുറപ്പിച്ചത് റെഡി ആയിട്ടുണ്ട്. ചെറുതായിട്ടൊരു മുട്ടയുടെ സ്മെല്ലും ആ ഒരു ടേസ്റ്റൊക്കെ ഉണ്ടാവും ഈ ഒരു പാലുറപ്പിച്ചതിന്. അപ്പോൾ അതൊക്കെ ഇഷ്ടമുള്ളവർക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് ഫീഡ്ബാക്സൊക്കെ ഒന്ന് താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സ് റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യുകയും ചെയ്യുക. അപ്പോൾ നല്ല വീഡിയോസുമായി വീണ്ടും വരാം. അതുവരെ ടേക്ക് കെയർ, ബൈ, താങ്ക് യു.